ഞങ്ങൾ ലിറ്റിൽ കപ്പിൾ. അപ്പോൾ കുറേ ദിവസമായി യൂട്യൂബിലൊന്നും വീഡിയോ ഇടാത്ത. ഒന്നാമതെന്ന് വെച്ചാൽ ഞങ്ങൾ കോഴിക്കോട് കൊച്ചി ഈ കളി കളിക്കുന്നതിനെ കൊണ്ടാണ്, എന്താ പറയുക, ഓരോരോ പ്രോഗ്രാമിന് വരുന്നതുകൊണ്ടാണ്. പിന്നെയെന്ന് വെച്ചാൽ പ്രോഗ്രാം എന്ന് പറയുന്നത് വലിയ വലിയ പ്രോഗ്രാമൊന്നുമില്ല കേട്ടോ, ചെറിയ ചെറിയ പ്രോഗ്രാമൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു പ്രൊമോഷന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്, അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലാണുള്ളത്. ഇവിടുന്ന് ഞങ്ങൾ നേരിട്ട് ആ പ്രൊമോഷനിലേക്ക് പോവാണ്. പിന്നെ കുറേ ദിവസം ഞങ്ങൾ യൂട്യൂബിലൊന്നും വീഡിയോ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ അടുത്ത് മുതൽ നമുക്ക് ഒരു എനിക്കൊന്ന് ഫേക്ക് ഐ ഡി എന്നല്ലേ സിത്തു കമൻറ്റ് വരുന്നത്, ഫേക്ക് ഐ ഡിന്ന് കമൻറ്റ് വരുന്നു. അതായത് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ പറഞ്ഞാൽ പോരെ. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് എന്താ പറയുക, അത് ഞങ്ങൾക്ക് പിടിക്കാത്തൊരു കാര്യം തന്നെയാണ്. പിന്നെ എപ്പോഴും എന്താ പറയുക, സിത്തുവിനോടൊന്ന് ചിരിക്കാൻ പറ. ഞാൻ ഓപ്പണായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ വീഡിയോ എടുക്കുന്നത് സ്ക്രിപ്റ്റ് വീഡിയോ ആണോ? അല്ല. അവള് പണിയെടുക്കുന്ന സമയത്തായിരിക്കും ഞാൻ ക്യാമറയും കൊണ്ട് പോകുന്നത്. എന്നുവെച്ചാൽ അത്രയും ക്ഷീണിതായി അടുക്കളയിൽ നിൽക്കുമ്പോഴായിരിക്കും ഞാൻ ക്യാമറ എടുത്ത് പോവുക. അപ്പോൾ ആ ഒരു ടൈമിലാണ് വീഡിയോ ഇടുന്നത്. പിന്നെ കുറച്ച് ദിവസം ഞങ്ങൾ വീഡിയോ ഇടാത്ത ഈ ഒരു കാരണം കൊണ്ടൊക്കെയാണ്. അല്ലെങ്കിൽ പറയണം, രാവിലെ എണീറ്റ് അടുക്കളയിൽ ചായ ഇടുന്ന സമയത്ത് നമുക്കൊരു വീഡിയോ എടുക്കാം, അത് കഴിഞ്ഞ് ഞാനങ്ങ് പോകാന്ന് പറഞ്ഞപ്പോലെ ഇത് പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് വീഡിയോ എടുക്കാൻ പോകാൻ നീ ചിരിക്കുക, അങ്ങോട്ട് നിൽക്ക്, പാത്രം അങ്ങോട്ട് വെക്ക്, ഇതെല്ലാം എടുത്ത് മാറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് നടക്കൂല. ഞാൻ എന്തായാലും വായിക്കൊന്ന് പറയും. അതാണ് എൻ്റെ മോഹം അങ്ങ് ഇരിക്കുന്നത്. ക്യാമറ ഓൺ ചെയ്ത് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതെ, എന്താ പറയുക, ഞങ്ങൾ ഇതുവരെ ഒരു സ്ക്രിപ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ എല്ലാവരും എന്താ പറയുക ഭയങ്കര ജാടിയാന്ന് ഇതാന്ന് പറയുന്നുണ്ടല്ലോ. എന്താ പറയുക, സ്വന്തം ആഗ്രഹങ്ങളും മോഹങ്ങളും എത്രയോ വർഷമായി നടക്കാത്തത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ നടക്കുന്നില്ലേ? നടക്കുന്നുണ്ട്. സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്ത ആളാണ് സിത്തു. 25 വർഷത്തോ ഇപ്പൊ 24 25 വർഷമായി. 25 വർഷത്തോളായി സ്വന്തമായിട്ടൊരു കിടപ്പാടം പോലും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അതിൻ്റെതായുള്ള ഓരോരോ ബുദ്ധിമുട്ടുകൾ അവൾ നേരിടുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവൾ തരണം ചെയ്യുന്നുണ്ട്. എന്താ പറയുക, അവൾക്ക് നല്ലൊരു അച്ഛനും അമ്മേനെയും കിട്ടി. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു മോള് കിട്ടി. എൻ്റെ ഏട്ടനൊരു മോളെ കിട്ടി. എൻ്റെ ഏട്ടനൊരു അനിയത്തീനെ കിട്ടി. അപ്പോൾ ഇതേപോലെ ഞങ്ങളുടെ ലൈഫ് ഞങ്ങളിങ്ങനെ അടിച്ചു പൊളിച്ചു പോകുന്നു. പക്ഷെ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, നെഗറ്റീവ് പറയുന്നവരോട്, നിങ്ങൾക്കും ഇതേപോലെയുള്ള മക്കളുണ്ടായാൽ നിങ്ങൾ അവരെ എന്ത് ചെയ്യുന്നതാണ് എനിക്ക് ചോദിക്കാറുള്ളത്. നിങ്ങൾ ഞങ്ങൾക്കിട്ട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ജീവിച്ച പോലെയൊന്നുമല്ല ഞങ്ങളെ ജീവിതം. ഞങ്ങൾ എന്താ പറയാ ഞങ്ങൾ ചിന്തിച്ചാണ് ജീവിക്കുന്നത്. നിങ്ങളെ പോലെ തലയിൽ വിവരമില്ലാത്ത ആൾക്കാരല്ല ഞങ്ങൾ. നെഗറ്റീവ് പറയുന്നവരോടാണ്